ഇതേ സമയം ഇത്രയും നേരം സംസാരിക്കാത്ത ഡെഫ് സംസാരിക്കാനായി തുടങ്ങുന്നു. എന്നാൽ ഡെഫ് സംസാരിക്കുന്നത് ഫ്രഞ്ചിലാണ്. ഡാർക്കിന് ഫ്രഞ്ച് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. പേപ്പറിൽ എന്താണുള്ളതെന്ന് നിങ്ങൾക്ക് കാണാമോ എന്നും ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളെ തന്നെയാണെന്നും എപ്പോഴും വ്യക്തമായി കാണുകയാണ് പ്രധാനമെന്നും ഡെഫ് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും വൈറ്റിനാകെ ദേഷ്യം വരുന്നു. ഡെഫിനെ പുറത്താക്കി നമുക്ക് 6 പേർക്കും കൂടി ചോദ്യം കണ്ടെത്താമെന്ന് വൈറ്റ് പറയുന്നു. ഇത് കേട്ടതും നമ്മളെല്ലാവരെയും ഈ എക്സാം ഹാളിൽ അടച്ചിട്ട ശേഷം നമ്മളുടെ മേൽ കമ്പനി ബോർഡ് മെമ്പേഴ്സ് എല്ലാം ബെറ്റ് കെട്ടി നമ്മളെ വെച്ച് ഗെയിം കളിക്കുകയാണെന്ന് പരിഹാസത്തോടെ ബ്രൗൺ പറയുന്നു. ഇത് കണ്ടുനിന്ന ഡാർക്ക് താനൊരു ഗാംബ്ലർ അല്ലേ എന്ന് ബ്രൗണിനോട് ചോദിക്കുന്നു. എന്നാൽ ബ്രൗൺ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങളെന്നും ഈ കമ്പനി CEO ഒരു ബുദ്ധിമാനാണെന്നും നമ്മൾ എന്തൊക്കെയോ കാര്യത്തിൽ സ്പെഷ്യലാണെന്നും അതുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്നും ഡാർക്ക് പറയുന്നു. ഡാർക്ക് സംസാരിച്ചത് ഈ കമ്പനിയെപ്പറ്റി നന്നായി അറിയാവുന്ന ഒരാളെ പോലെയാണ്. ഇത് കേട്ടതും ഞങ്ങൾക്കാർക്കും ഈ കമ്പനിയെപ്പറ്റി വലുതായി ഒന്നും അറിയില്ലെന്നും നിനക്ക് മാത്രം എങ്ങനെ ഇത്രയും കാര്യം അറിയാമെന്നും ബ്രൗൺ ചോദിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച പോലെയാണ് എനിക്കും കമ്പനി ലെറ്റർ വന്നതെന്നും താൻ ഈ കമ്പനിയെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്നും ഡാർക്ക് പറയുന്നു. എന്നാൽ ഇതൊന്നും ബ്രൗൺ വിശ്വസിക്കുന്നില്ല. ബ്രൗൺ വീണ്ടും വീണ്ടും ഡാർക്കിനോട് കുത്തി ചോദിക്കുന്നു. സത്യമായും തനിക്ക് ഈ കമ്പനിയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെന്നും തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്നും ഡാർക്ക് പറയുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ലോകത്ത് പല ഭാഗങ്ങളിലായി ഹെൽത്തിയായ ആൾക്കാർ പെട്ടെന്ന് രോഗം വന്ന് മരിക്കുന്നു. ഈ കാര്യം നിങ്ങൾ വാർത്തയിലൂടെ അറിഞ്ഞിരിക്കുമല്ലോ. അങ്ങനെ ഇരിക്കെയാണ് ഒരു മെഡിക്കൽ റിസർച്ചർ ആ വൈറസിനെ ഇല്ലാതാക്കുന്ന മരുന്ന് കണ്ടുപിടിച്ച് അതിന് പേറ്റന്റ് എടുക്കുന്നത്. ആ മരുന്ന് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ മരണനിരക്ക് പകുതിയായി കുറയുന്നു. ഈ മരുന്ന് കണ്ടുപിടുത്തം കൊണ്ടാണ് ആ കമ്പനി ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒന്നാമതായി വളർന്നതെന്നും ഡാർക്ക് പറയുന്നു. അങ്ങനെയുള്ള ആ കമ്പനിയിലാണ് നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നതെന്നും ഡാർക്ക് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ഇത് കേട്ടതും ഈ കമ്പനി ഇപ്പോൾ ജോലിക്കായി ആളെ എടുക്കുന്നില്ലല്ലോ എന്നാണ് താൻ കേട്ടതെന്ന് ബ്രൗൺ പറയുന്നു. എന്നാൽ രഹസ്യമായ ആളുകളെ ഇപ്പോഴും കമ്പനി എടുക്കുന്നുണ്ടെന്ന് ഡാർക്ക് മറുപടിയായി പറയുന്നു. ഇരുവരുടെയും സംസാരം വളരെയധികം ഇൻട്രസ്റ്റോടെയാണ് ബ്രൂണറ്റ് കേട്ടു നിൽക്കുന്നതും അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നതും. ഇത് കണ്ട വൈറ്റ് ബ്രൂണറ്റിന് ഈ അസുഖമുണ്ടോ എന്ന് കളിയാക്കി ചോദിക്കുന്നു. എന്നാൽ തനിക്കല്ല, തൻ്റെ ബോയ് ഫ്രണ്ടിനാണ് അസുഖമെന്നും അവൻ ആ മരുന്ന് വാങ്ങാനുള്ള പണമില്ല എന്നും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മരുന്നിന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേട്ടിട്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും ബ്രൂണറ്റ് മറുപടിയായി നൽകുന്നു. ഇതെല്ലാം പറഞ്ഞ ശേഷം ബ്രൂണറ്റ് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം സെക്യൂരിറ്റിയുടെ പാൻറ്റിൽ നിന്ന് ഒരു ലൈറ്റർ അവൾ എടുക്കുന്നു. ലൈറ്റർ കണ്ടതും ബ്രൂണറ്റിന് ഒരു ഐഡിയ തോന്നുന്നു. എന്തെന്ന് വെച്ചാൽ ഈ മുറിയിൽ ഫയർ ഉണ്ടായാൽ ഫയർ സെൻസേഴ്സ് സെൻസ് ചെയ്ത് മുകളിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും ബ്രൂണറ്റ് പറയുന്നു. എന്നാൽ നമ്മൾ നേരത്തെ ലിക്വിഡ് കൊണ്ട് ടെസ്റ്റ് ചെയ്തതല്ലേ എന്നും അപ്പോൾ ചോദ്യമൊന്നും തെളിഞ്ഞു വന്നില്ലല്ലോ എന്നും ബ്ലാക്ക് ചോദിക്കുന്നു. ബ്ലാക്ക് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്നും എന്നാൽ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിറച്ചിരിക്കുന്നത് വെള്ളം തന്നെ ആകണമെന്നില്ലല്ലോ എന്നും ചിലപ്പോൾ പേപ്പറിൽ മറിഞ്ഞിരിക്കുന്ന ചോദ്യത്തെ വിസിബിൾ ആക്കാനുള്ള എന്തെങ്കിലും കെമിക്കൽ ആകാമെന്നും ബ്രൂണറ്റ് പറയുന്നു. എന്നാൽ അത് കേട്ടതും ബ്ലാക്കിന് അങ്ങനെയാകാനും ചാൻസ് ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. എല്ലാവരും ഫയർ എമർജൻസി ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു.